കാറിൽ പോയി മരിച്ചാലും ഒക്കെ സ്വർഗത്തിൽ പോകും. അങ്ങനെ കാടടച്ച് രക്ഷ പ്രദാനം ചെയ്യുന്ന ഒരു രക്ഷാ മെഷീൻ അല്ല ബൈബിളിലെ ദൈവം. ബൈബിളിലെ ദൈവം ഒരു കോംപ്രിഹെൻസീവ് ഹോളി ലൈഫ് മനുഷ്യന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വന്ന ഒരു ദൈവമാണ്. ആ സിസ്റ്റം അങ്ങനെ സമ്പൂർണമായിട്ടുള്ള ഒരു സിസ്റ്റവുമാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സാധാരണ നമ്മൾ പറയുന്നത് പോലെ രക്ഷയ്ക്ക് 3 ഘടകങ്ങളുണ്ട്: ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ അവൻ ഹൃദയത്തിൽ ഒരു നിർണയം എടുക്കുക, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത് എന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മാവിന്റെ തലത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാലും അവൻ ജീവിച്ചിരിക്കുന്നത് ഈ ശരീരത്തിലാണ്. അപ്പൊ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് തന്നെ കീഴ്പ്പെടുത്തി കൊടുത്ത് ദൈവവചനത്തിലെ തത്വങ്ങൾ അനുസരിച്ച് പരിശുദ്ധാത്മ സഹായത്താലും മറ്റു വിശ്വാസികളുടെ സഹായത്താലും മനസാക്ഷിയുടെ പ്രോംപ്റ്റിങ്സിന് വിധേയമായിട്ടും ജീവിച്ച്, ഞാൻ ഒരു 4-5 ഘടകങ്ങൾ പറഞ്ഞു. 1 ദൈവവചനം, 2 പരിശുദ്ധാത്മാവ്, 3 മറ്റു വിശ്വാസികള്, 4 നമ്മുടെ കോൺഷ്യസ്നെസ്. ഇങ്ങനെയുള്ള 4-5 ഘടകങ്ങള് നമ്മളെ ഈ ഹോളി ലൈഫ് ജീവിക്കാനായിട്ട് സഹായിക്കുന്നവയായിട്ടുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി, അല്ലെ പാപമോചനം പ്രാപിച്ച ഒരു വിശ്വാസി ഇമ്മീഡിയറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് കടക്കുന്ന അവന്റെ ജീവിതത്തിന്റെ ഘട്ടമാണ് ഒരു സാങ്ക്ടിഫൈഡ് വേ ഓഫ് ലൈഫ്. അവിടെ അവന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പ് കൊണ്ടും മറ്റു വിശ്വാസികളുടെ സഹായം കൊണ്ടും സ്വന്തം കോൺഷ്യൻസിന്റെ സഹായം കൊണ്ടും അനുദിനമെന്നോണം പാപത്തിന് കീഴ്പ്പെടാതെ സ്വയം സൂക്ഷിച്ച് വിശുദ്ധിയെ തികച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഇപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരാൾ 50 വർഷം ജീവിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 50 വർഷം ഒരു ഹോളി ലൈഫിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. ദൈവത്തിന്റെ ആഗ്രഹം അവര് യേശുക്രിസ്തുവിനെ പോലെ ആ ഘട്ടത്തിൽ ആയി തീരണമെന്നുള്ളതാണ്. അത് രക്ഷിക്കപ്പെട്ട് ഒരു ദിവസത്തിൽ ആയി തീർന്നാൽ ദൈവത്തിന് വളരെ സന്തോഷം. 2 അങ്ങനെ, 3 അങ്ങനെ, എങ്ങനെ ആയാലും യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം, വിശുദ്ധിയിൽ തികയണം എന്നുള്ളതാണ് ബൈബിളിലെ ആ രക്ഷയിക പദ്ധതി. എന്നാൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ വീണ്ടും ഈ ലോകത്തിൽ ജീവിക്കുന്നു. നമുക്ക് ഈ ശരീരമുണ്ട്, പിശാച് ചുറ്റുമുണ്ട്, വഴിതെറ്റിക്കാൻ ലോകമുണ്ട്, കൂട്ടുകാരുണ്ട്. ഇതൊക്കെ കൊണ്ട് എപ്പോഴെങ്കിലും തെറ്റിപ്പോയാൽ നമ്മൾ ആ പാപവും ഏറ്റുപറഞ്ഞ് പരിഹാരം വരുത്തണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അതാണ് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലെ ഏകദേശം 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന വാക്യം പോലും പാപി പാപമോചനം നേടുന്നതിനെ കുറിച്ചല്ല, ഒരു വിശ്വാസി തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം നേടുന്നതിനെ കുറിച്ചാണ് ആ അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി ഈ ലോകത്തിൽ ചെയ്യുമ്പോൾ അബദ്ധത്തിന് ഏതെങ്കിലും പാപം ചെയ്തു പോയാൽ അതിനുള്ള പരിഹാരവും യേശുക്രിസ്തുവിന്റെ രക്തത്തിലുണ്ട്. ഞാൻ ഇന്നൊരു പാപം ചെയ്താൽ ഞാൻ ഉടനെ ദൈവസന്നിധിയിലേക്ക് വരണം, കർത്താവേ ഞാനൊരു പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയണം. മാത്രമല്ല യേശുക്രിസ്തു ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് എൻ്റെ ഈ പാപത്തിന് വേണ്ടിയാണ്, പാപത്തിന് വേണ്ടിയും കൂടെയാണ് എന്ന് ഞാൻ സമ്മതിക്കണം. അപ്പോഴ് ആ പാപവും എനിക്ക് മോചിച്ചു കിട്ടും. ഇനിയും ഒരു വിശ്വാസി പാപം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചും ബൈബിള് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തില് ഒരാള് തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് വായിക്കുന്നുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പൊ ഒരു വിശ്വാസി പാപം ചെയ്താൽ അവന് അതിന്റെ പരിണത ഫലമുണ്ട്, കോൺസിക്വൻസ് ഉണ്ട്. അതായത് ഒരു വിശ്വാസി കള്ളു കുടിച്ചേച്ച് സ്കൂട്ടർ ഓടിച്ചാല് താഴെ വീഴും, എല്ലൊടിയും. അത് ഏറ്റു പറഞ്ഞത് കൊണ്ട് മാത്രം എല്ല് തന്നെ കരിയത്തില്ല. 40 ദിവസം പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അത് കഴിഞ്ഞേ അത് സൗഖ്യമാകത്തുള്ളൂ. അപ്പം ഒരു വിശ്വാസി തെറ്റ് ചെയ്താൽ ആ തെറ്റിന് കോൺസിക്വൻസ് ഉണ്ട്, ശരീരത്തിൽ തന്നെ അത് അനുഭവിക്കേണ്ടി വരും. ഇനിയും ശരീരത്തിൽ അനുഭവിക്കുന്ന മാത്രമല്ല, ഏറ്റു പറഞ്ഞുപേക്ഷിച്ചില്ലെങ്കിൽ ആ പാപത്തിന്റെ ഗിൽറ്റ് അവന്റെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും കാണും. ആത്മീകമായിട്ടും അത് അവനെ ബാധിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബൈബിളിന്റെ മാർഗം എന്ന് പറയുന്നത് ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ട് തോന്നിയ പോലെ ജീവിക്കുന്നതല്ല. ഓരോ ദിവസവും കൂടുതൽ വചനവും
പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിങ്സും മറ്റു സഹോദരന്മാരുടെ ഉപദേശങ്ങളും അതുപോലെ മനസാക്ഷിയുടെ ഉപദേശവും ഒക്കെ സ്വീകരിച്ച യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരു ബ്യൂട്ടിഫുൾ വേ ഓഫ് ഹോളിനെസ് ആണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ആരും പെർഫെക്റ്റ് ആകും എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നെന്നിരിക്കും. പക്ഷേ അതിനും ഉള്ള പരിഹാരം യേശുക്രിസ്തുവിന്റെ ക്രൂശിലുണ്ട്. അത് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിളില് ഒരു പാപമോചനവും അതിനെ തുടർന്ന് ഒരു ഹോളി ലിവിങ്ങുമാണ് ബൈബിള് എൻവിസേജ് ചെയ്യുന്നത്. ഇനിയും മൂന്നാമത്തേത് ഗ്ലോറിഫിക്കേഷൻ ആണ്. അത് നമ്മൾ 1 യോഹന്നാന്റെ 1 ജോൺ 3:3 3:2 വായിക്കുന്നുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരു ഗ്ലോറിഫിക്കേഷന്റെ സമയമുണ്ട്. അപ്പം ജസ്റ്റിഫിക്കേഷന് രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നു, സാങ്ക്ടിഫിക്കേഷൻ അനുദിനം സംഭവിക്കുന്നു, ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷന് യേശുക്രിസ്തുവിന്റെ വരവിങ്കല് സംഭവിക്കുന്നു. അന്ന് നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അത് നമ്മൾ 1 യോഹന്നാൻ 3:2 ഇതാണ് വായിക്കുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പം ആ ടോട്ടൽ ട്രാൻസ്ഫോർമേഷന് തീർച്ചയായിട്ടും സംഭവിക്കും. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അപ്പം പാപം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് കൂടുതൽ വഷളത്വം കാണിച്ച് ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതി അല്ല അത്. മറ്റു ചില മതങ്ങളിലാണ്. ക്രിസ്ത്യാനിറ്റിയിൽ അതില്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഈ ഭൂമിയിലായിരിക്കും തന്നെ ചെയ്യുന്ന പാപങ്ങൾക്ക് അതത് സമയത്ത് ഏറ്റു പറഞ്ഞ് യേശുക്രിസ്തുവിലൂടെ മോചനം പ്രാപിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിക്കുന്നതും ആത്യന്തികമായിട്ട് യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ ഒരു ടോട്ടൽ സാങ്ക്ടിഫിക്കേഷൻ പ്രാപിക്കുന്നതുമാണ് ബൈബിളിന്റെ സ്കീം. 1 തെസ്സലോനിക്കർ 5:23 ഇത്തരുണത്തില് പ്രധാനമാണ്. 1 Thessalonians 5:23 നിങ്ങളെ മുഴുവനും സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അൾട്ടിമേറ്റ്ലി ഒരു വിശ്വാസി, പല വിശ്വാസികളിൽ ഇപ്പം പലർക്കും തെറ്റൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇതെല്ലാം മാറി ഒരു ടോട്ടൽ ഗ്ലോറിഫിക്കേഷൻ നമുക്ക് യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ കിട്ടും. ജെർഷോന്റെ ഫീഡ്ബാക്കിന് നന്ദി. കാരണം ഞാൻ ഈ മറ്റ് സൈറ്റിലും ഇതിലൊന്നും ഗ്രൂപ്പുകളിലൊന്നും കയറാത്തത് കൊണ്ട് എന്തൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് ഒരു സമ്പൂർണ്ണ ഹോളിനെസ്സില് പാപിയായ ഒരു മനുഷ്യനെ യേശുക്രിസ്തു അവന്റെ പാപത്തിന് അഡിക്വേറ്റ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്തതിന്റെ വെളിച്ചത്തിലും അവന് യേശുക്രിസ്തുവിന് തന്നെ സമർപ്പിച്ചതിന്റെ വെളിച്ചത്തിലും കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബൈബിളിലെ പദ്ധതി. അത് ഈ ഇദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനോട് ഏത് തെറ്റും ഏറ്റു പറഞ്ഞ തൗബ ചൊല്ലിയാൽ ക്ഷമിക്കുമെന്ന്. അത് മഹാ അന്യായമാണ്. ഇപ്പൊ ഞാൻ നസ്രീനെ 2 അടി തന്നെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിനോട് ചെന്ന് തൗബ ചൊല്ലിയാൽ അള്ളാഹു എന്നോട് ക്ഷമിക്കുമെങ്കിൽ അതെന്ത് ന്യായമാണ്? നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ആസ്പെക്ട്സ് ഉണ്ട്. വെർട്ടിക്കലായിട്ടുള്ളത് മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. ഇന്നത്തെ ഹ്യൂമനിസത്തില് ചിലപ്പോൾ അവർ പറയും ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങളിൽ മറ്റാരും ഇടപെടരുതെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഒരു പ്രൈവറ്റ് കാര്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരുത്തൻ പോർണോഗ്രഫിക്ക് അടിമയാന്ന് വെച്ചോ, അവൻ തൻ്റെ റൂമിൽ അടച്ചിരുന്ന് പോർണോഗ്രഫി ചെയ്യുക എന്ന് വെച്ചോ. പക്ഷേ ആ പോർണോഗ്രഫിയും അൾട്ടിമേറ്റ്ലി അവൻ്റെ മാരീഡ് ലൈഫിനെയും അവൻ്റെ ഫാമിലിയെയും സൊസൈറ്റിയെ തന്നെ ബാധിക്കും. തകർന്ന ഫാമിലികളുള്ള ഒരു സൊസൈറ്റി തീർച്ചയായിട്ടും ബാധിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഏതൊരു പാപത്തിനും ഒരു വെർട്ടിക്കൽ ആസ്പെക്ട് ഉണ്ട്, അത് ദൈവത്തോടുള്ള തെറ്റാണ്. ഒരു ഹൊറിസോണ്ടൽ ആസ്പെക്ട് ഉണ്ട്, അത് മാനവ രാശിയോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഏകപക്ഷീയമായിട്ട് ക്ഷമിക്കുന്നു പറഞ്ഞാൽ അത് തന്നെ അള്ളാഹു നീതിമാനല്ല എന്നുള്ളതിന്റെ വലിയ തെളിവാണ്. മറിച്ച് ആ പാപത്തെക്കുറിച്ച് ഒരാൾ ദുഃഖിക്കുകയും അതിനുള്ള പരിഹാരം വരുത്തുകയും ചെയ്യുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തെവിടെയും നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥിതി. അതാണ് ഏറ്റവും ഫെയർ ആയിട്ടുള്ളതും ഏറ്റവും ശരിയായിട്ടുള്ളതും യുക്തിസഹമായിട്ടുള്ളതും. ഇപ്പൊ ഒരാള് 1 കോടി രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് ചെന്ന് കാലയെ പിടിച്ചപ്പോഴാ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 1 കോടി നഷ്ടപ്പെട്ടവന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരാള ലോകത്തിലേക്ക് ഏറ്റവും അനീതിമാനായിരിക്കും. അത് തലോടി എന്തേലും പറഞ്ഞു ജയിക്കാനായിട്ട് പറഞ്ഞാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും അങ്ങനെയാണ് അള്ളയെങ്കിൽ, തലോടിയുടെ അള്ള പോലുള്ള അള്ളയാണെങ്കിൽ ആ അള്ള ലോകത്തിലേക്കും ഏറ്റവും വലിയ അനീതിമാനാണ്. താങ്ക് യു.
താങ്ക് യു ജെയിംസ് സാറേ. ജെയിംസ് സാർ പറഞ്ഞ ആ വചനത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടിയ ഒരു വചനം, ഇപ്പം ഇവർ പറയുമല്ലോ, ക്രിസ്ത്യാനിക്ക് കർത്താവ് യേശു ക്രിസ്തു ഒരു പ്രാവശ്യം ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം, എങ്ങനെ വേണേലും ജീവിക്കാമെന്ന്. അതിനുള്ള ഉത്തരം ജെയിംസ് സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 1 തൊട്ട് 4 വരെയുള്ള ഭാഗത്ത് അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1-ാമത്തെ വചനത്തിൽ തന്നെ അവിടെ കാണാം, വാട്ട് ഷാൽ വി സേ ദെൻ, ഷാൽ വി കണ്ടിന്യൂ ഇൻ സിൻ ദാറ്റ് ഗ്രേസ് മേ അബൗണ്ട്? God forbid. How shall we that are dead to sin live any longer therein? Know ye not that so many of us were baptized into Jesus Christ, were baptized into his death? അപ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് പിന്നെയും പിന്നെയും പാപം ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു ചോദ്യം അപ്പോസ്തലനായ പൗലോസ് അവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ഇവരുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ക്രിസ്ത്യാനികൾ എങ്ങനെ വേണേലും ജീവിച്ചോളാം, അവർക്കൊക്കെയാണ് യേശു ഒരു പ്രാവശ്യം ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. അങ്ങനെ ഒരു പഠിപ്പീര് ബൈബിളിനകത്തില്ല. അങ്ങനെ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും അങ്ങനെ ജീവിക്കാനുള്ള ഒരു അനുവാദം ക്രിസ്ത്യാനിക്കില്ല. വേറൊരു കാര്യം, തെറ്റിദ്ധാരണയല്ല തെറ്റിദ്ധരിപ്പിക്കല്. തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതാണ്. ക്രിസ്ത്യാനിക്കറിയാം അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള കാര്യം ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം, പുള്ളി ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി സൂറ 9:6 ഇവിടെ പുള്ളി പറഞ്ഞതാണ്. യഷ്യ ബ്രദർ മെസ്സേജിനകത്ത് ഇട്ടിരിക്കുന്നത് 9:6 നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ അങ്ങനത്തെ ഒരു കാര്യമേ നിങ്ങൾക്ക് കാണുന്നില്ല. 9:6 പറയുന്നത്, ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിൻ്റെ വചനം അവൻ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവന് അഭയം നൽകണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു ബഹുദൈവ വിശ്വാസി, ഒരു യഹൂദനോ ഒരു ക്രിസ്ത്യാനിയോ, അവൻ ഈ മുസ്ലിങ്ങൾ അവിടെയെല്ലാം കൊന്നുകൊല വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് അഭയം തേടി വന്നാൽ ആ സമയത്ത് അവർക്ക് അഭയം കൊടുക്കുക. പക്ഷെ എന്താണ് അതിൻ്റെ പുറകിലത്തെ കാരണം? അവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ഖുറാൻ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ തഫ്സീർ നിങ്ങൾ എടുത്തു നോക്കിയാൽ തഫ്സീർ അൽ ജലാലയിനകത്ത് ഇത് ഈ കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഇഫ് എനി വൺ ഓഫ് ദി idolaters seek your protection, request security from you against being killed, then grant him protection, provide security for him so that he might hear the word of Allah. അവനെ അള്ളാഹുവിൻ്റെ വചനം കേൾപ്പിക്കാൻ വേണ്ടി. അപ്പം ഫൈനൽ ഉദ്ദേശം എന്തായിരിക്കണം? ഫൈനലി അവനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം, അവൻ ഒരു മുസ്ലിമായി തീരണം. അല്ല എങ്കിൽ അവനെ എന്ത് ചെയ്യണം? സൂറ 9:29 അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 9:29 അനുസരിച്ച് അവൻ ഒന്നുകിൽ ദിമ്മിയായി ജിസിയ കൊടുത്ത് ജീവിച്ചോണം. അല്ലാതെ അവന് മര്യാദയ്ക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഇവർ മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വചനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ വചനത്തിനകത്ത് ഒരു സത്യസന്ധതയും ഇല്ല. ആ തഫ്സീറുകളെല്ലാം നിങ്ങൾ നോക്കൂ. സൂറ 9:6 തഫ്സീറുകളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. നസ്രീൻ ബ്രദർ ആദ്യം പറഞ്ഞ കാര്യത്തോട് ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാല്, നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ഇപ്പം വിശ്വാസികളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, വിശ്വാസിയായി കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട ശേഷം എങ്ങനെയും ജീവിക്കാമെന്നുള്ള ഫിലോസഫി നമുക്ക് പാടില്ല. 1 യോഹന്നാൻ 2:28-29 വാക്യമൊക്കെ വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിന്റെ വരവിങ്കൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അത് കുഞ്ഞുങ്ങളോടാ പറയുന്നത്, വിശ്വാസികളോടാ പറയുന്നത്. വേദപുസ്തകം വളരെ എംഫസിസ് കൊടുത്ത് പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ജീവിതം. നേരത്തെ റോമാലേഖനത്തിൽ നിന്ന് വായിച്ചല്ലോ, നമുക്ക് പാപവുമായിട്ട് ഒരു ടക്കും, ഒരു ഏജൻസിയും, അതുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഒരു ഫ്രണ്ട്ഷിപ്പും അനുവദിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവര് യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ അക്കാര്യത്തെക്കുറിച്ച് ലജ്ജിക്കേണ്ടതായിട്ട് വരും എന്നാണ് ആ വാക്യം പറയുന്നത്. നമ്മൾ പാപം ചെയ്താൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകലെന്നോ ഒന്നും അല്ല പറയുന്നത്. പക്ഷേ വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം ഉണ്ടായാൽ അത് ഏറ്റുപറഞ്ഞ് വീക്ഷിക്കാതെ ഇരുന്നാൽ അത് വലിയ ഒരു ബേർഡൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഓർത്തിരിക്കണം. ഈ തലോടിയോടൊക്കെ വർത്താനം പറയുമ്പോൾ നമ്മുടെ ആത്മീക എൻറിച്ച്മെന്റിനും ഇടയാകട്ടെ എന്ന് ഓർത്ത് ഞാൻ നസ്രീൻ ബ്രോ പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞതാ. താങ്ക് യു.
പിന്നെ ഇവരോട് മെയിനായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം, പാപം എന്നാൽ എന്ത്? അത് ഇതുവരെയ്ക്കും ഒരു തീരുമാനമായിട്ടില്ല. ഇസ്ലാമിനകത്ത് അത് പാപം കഴിഞ്ഞിട്ട് എന്ന് നമ്മള് പറയുന്ന അതില് സാധനം ഇല്ല. ഇസ്ലാമിനകത്ത് അതാ ഞാൻ ഒന്നും പറഞ്ഞത്. പാപമല്ല. അപ്പൊ സ്വർഗത്തിൽ ഇസ്ലാമിനകത്ത് എന്ത് പോകാനുള്ള വൃത്തികേടും മാനദണ്ഡം കാണിക്കാം. അതില് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡം അതിലെ ആയിക്കഴിഞ്ഞു. പാപം എന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ തെറ്റും ശരി എന്താണെന്ന് പറയാതെ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യത്തെ പറ്റി നമ്മൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ. ഞാൻ പുള്ളിയോട് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഞാൻ തലോടിയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ്, ആരാണ് മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു ഹദീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ പല പ്രാവശ്യവും എടുത്തിട്ടുള്ള ഹദീസുകളിൽ പെട്ടതാണ്. ഒരു ഹദീസ് പറയുന്നത് സഹി മുസ്ലിം 2658 പറയുന്നത് 58A, ഞാൻ വേണമെങ്കിൽ അത് ലിങ്കായിട്ടിടാം, നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അവിടെ പറയുന്നത്, ഞാൻ ചാറ്റ് ബോക്സിനകത്ത് അത് ലിങ്കായിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ പറയുന്നത്, അബു ഹുറൈറ റിപ്പോർട്ടഡ് ദാറ്റ് അല്ലാഹ്സ് മെസ്സഞ്ചർ ആസ് സെയിങ്, Allah has fixed the very portion of adultery which a man will indulge in. അള്ളാഹു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എത്ര വ്യഭിചാരം ചെയ്യണം എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, ഉറപ്പിച്ച് വെച്ചിരിക്കുക. ദർ വിൽ ബി നോ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അതിനകത്തുനിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൻ നല്ലൊരു ജീവിതം, കുടുംബജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ പോലും അവന് വ്യഭിചാരം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ വ്യഭിചാരം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. There will be no escape from it. The adultery of the eye is the lustful look. The adultery of the ear is the listening to voluptuous songs and talk. The adultery of the tongue is the licentious speech. And the adultery of the hand is the lustful grip. And the adultery of the feet is to walk where he intends to commit adultery. And the heart yearns and desires which he may or may not put into effect. ഈ എല്ലാ വ്യഭിചാരങ്ങളും അള്ളാഹു അവൻ്റെ മേൽ വെച്ചിരിക്കുകയാണ്, ഉറപ്പിച്ചു വെച്ചിരിക്കുക. അവന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. ദൈവം ഒരിക്കലും, ബൈബിളിൽ നമുക്ക് കാണാം, ദൈവം ഒരിക്കലും മനുഷ്യരെ കൊണ്ട് നിർബന്ധിതമായിട്ടും വ്യഭിചാരമോ വൃത്തികേടോ പാപമോ കൊലപാതകമോ കള്ളത്തരമോ മോഷണമോ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിൽ അള്ളാഹു അവരുടെ മേൽ വ്യഭിചാരം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെട്ട് പോകാൻ അവർക്ക് പറ്റത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനിയും മുഹമ്മദ് സ്വന്തം വ്യഭിചാരി ആയിരുന്നത് കൊണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ജിബ്രീൽ വന്നു എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. ജിബ്രീൽ വന്നപ്പോൾ മുഹമ്മദ് ജിബ്രീലിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഹദീസ്, അടുത്ത ഹദീസ് നിങ്ങൾ നോക്കുക, സയ്യൽ ബുഖാരി 7487 7487. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നറേറ്റഡ് അബൂദാർ, ദ പ്രോഫറ്റ് സെഡ്, ജിബ്രീൽ കെയിം ടു മീ ആൻഡ് ഗേവ് മീ ഗ്ലാഡ് ടൈഡിങ്സ്. ജിബ്രീൽ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്ക് സലാമൊക്കെ പറഞ്ഞു. ദാറ്റ് എനിവൺ ഹു ഡൈഡ് വിതൗട്ട് വേർഷിപ്പിംഗ് എനിത്തിങ് ബിസൈഡ് അല്ലാഹ് വുഡ് എൻ്റർ പാരഡൈസ്. അപ്പം ജിബ്രീൽ പറഞ്ഞു, അള്ളാഹു അല്ലാതെ വേറെ ആരെയും ആരാധിക്കാതെ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിലേക്ക് അദ്ദേഹത്തിന് പോകാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പം മുഹമ്മദ് ജിബ്രീലിനോട് ചോദിക്കുക, ഈവൻ ഇഫ് ഹി കമ്മിറ്റ് തെഫ്റ്റ് ആൻഡ് ഈവൻ ഇഫ് ഹി കമ്മിറ്റ് ഇല്ലീഗൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്, അവൻ മോഷണം നടത്തുകയാണെങ്കിലോ അവൻ വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ പോലും അവന് സ്വർഗത്തിൽ പോകാമോ? അപ്പം മുഹമ്മദ് ജിബ്രീലിനോട് ചോദിക്കുക. ജിബ്രീൽ അപ്പോൾ ഉത്തരം പറയുന്നതാണ്, he said yes, even if he commit theft and even if he commit illegal sexual intercourse. അപ്പം അവൻ മോഷണം നടത്തിയാലും അവൻ വ്യഭിചാരം ചെയ്താലും അവന് സ്വർഗത്തിൽ പോകാം. ഇത് ഒരിടത്ത് മാത്രമല്ല, സയ്യൽ ബുഖാരി 7487 പറയുന്നുണ്ട്, സയ്യൽ ബുഖാരി 1237 ഈ കാര്യം പറയുന്നുണ്ട്. ഇനിയും ഈ മോഷണവും കൊലപാതകവും അതുപോലെ തന്നെ എന്ത് വൃത്തികേടാണെങ്കിൽ പോലും ഈ ഒരു മുസ്ലിം ആ മോഷണമോ വ്യഭിചാരമോ കൊലപാതകമോ ചെയ്യുന്ന സമയത്ത് അവൻ മുസൽമാനല്ല. ചെയ്ത് കഴിഞ്ഞ് അത് തീർത്തു കഴിയുമ്പോൾ അവൻ പിന്നെയും മുസൽമാനായി തീരുന്നു. ചെയ്യുന്നതിന് 1 സെക്കൻഡ് മുൻപേ അവൻ ആണ്. ചെയ്യുന്ന ആ സെക്കൻഡിൽ അവൻ മുസൽമാനല്ല. ചെയ്ത് കഴിയുമ്പോൾ അവൻ പിന്നെയും മുസൽമാനായി തീരുന്നു. ഇങ്ങനെ എന്തോ ഒരു പുതിയ തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു
ഒരു കാര്യമാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് സയ്യൽ ബുഖാരി 6782 അടുത്ത ഹദീസാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. 6782 narrated Ibn Abbas. The Prophet said, when a person, an adulterer, commits illegal sexual intercourse, he is not a believer. ഇല്ലീഗൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ അവൻ ഒരു വിശ്വാസിയല്ല. അറ്റ് ദ ടൈം ഹി ഈസ് ഡൂയിങ് ഇറ്റ്, ചെയ്യുന്ന സമയത്ത് അവൻ മുസ്ലിം അല്ല, വിശ്വാസിയല്ല. ആൻഡ് വെൻ സംബഡി സ്റ്റീൽ, then he is not a believer at the time he is stealing. മോഷണം ചെയ്യുന്ന സമയത്ത് അവൻ മുസൽമാനല്ല. അപ്പോൾ ഇവർക്ക് ഈസിയാണല്ലോ. ഇവർ വ്യഭിചാരം ചെയ്യുന്ന ആ സമയത്ത് ഇവർ മുസൽമാനാകുന്നില്ല. വ്യഭിചാരം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അവർ ഷഹാദത്ത് പിന്നെയും പറയുക, അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ വേറെ ആരും ദൈവം ഇല്ലെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെയും അവൻ മുസൽമാനായി തീരുന്നു. അപ്പോൾ ഈ ചെയ്യുന്ന പാപത്തിന് ഒരു ജഡ്ജ്മെൻ്റ് അവിടെ നടക്കുന്നില്ല. അവൻ അതിനുള്ള പണിഷ്മെൻ്റ് ഒന്നും അള്ളാഹു കൊടുക്കുന്നുമില്ല. കാരണം എന്തുവാ? എന്ത് വൃത്തികേട് കാണിച്ചാലും അവന് സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു ഫ്രീ ലൈസൻസ് അള്ളാഹു ഇവർക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. ഈവൻ ഇസ്ലാമിനകത്ത്, ഖുറാനകത്ത് ഒരു മനുഷ്യനെ മോഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. മോഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. സൂറ 24:29 നിങ്ങൾ വായിക്കണം. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇംഗ്ലീഷിൽ എൻ്റെ കയ്യിലുണ്ട്. സൂറ 24, സൂറ അൽ നൂർ 24 അതിൻ്റെ 29. മനുഷ്യനെ കൊണ്ട് മോഷണം ചെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്. നോക്കിക്കുക, ആൾപ്പാർപ്പില്ലാത്തതും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുള്ളതുമായ ഭവനങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വയ്ക്കുന്നതും അള്ളാഹു അറിയുന്നു. ആൾപ്പാർപ്പില്ലാത്ത ഭവനത്തിനകത്ത് എന്തോ ചെയ്യാം. ഇപ്പോൾ ഒരാൾ വീടൊക്കെ പൂട്ടിയിട്ട് ദൂരെ യാത്ര പോയി, വിദേശത്ത് പോയി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി, ആ സ്ഥലം എല്ലാം കോയമാരുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ കോയമാർക്ക് ഈ വീട്ടിനകത്ത് കയറാം, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം. ആൾപ്പാർപ്പില്ല. ആ സമയത്ത് ആൾപ്പാർപ്പില്ല. എന്ത് വേണമെങ്കിലും അതിനകത്തുനിന്ന് എടുത്തുകൊണ്ടും പോകാം. അള്ളാഹു മനുഷ്യരെ കൊണ്ട് മോഷണം നടത്തിപ്പിക്കുന്നു. വീട് എംപ്റ്റിയാണ്, വീട്ടിനകത്ത് ആൾക്കാരില്ലെങ്കിൽ അള്ളാഹു മനുഷ്യരെ കൊണ്ട് മോഷണം നടത്തിപ്പിക്കുന്നു എന്ന് ഖുർആൻ അസന്നിഗ്ധമായിട്ട് പറയുന്നു. അപ്പം പാപം എന്താണ്? എവിടാ പാപം? പാപം എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല. നസീം ബ്രദറെ, ഒരു കാര്യം കൂടെ ചോദിച്ചു, റിക്വസ്റ്റ് കൊണ്ടുണ്ടേ. പറഞ്ഞോ നമ്മള് ബ്രദറെ. ഇതേ റൂം നമ്മൾ ഒരു ഷിപ്മെന്റ് നമുക്ക് എക്സിലോഡ് ആക്കണമെന്ന് ഒരാഗ്രഹം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരണമെന്ന് ചെയ്തു തരണേ. മനസ്സിലായില്ല ബ്രദറെ, മലയാളത്തിൽ നമുക്ക് അതിനകത്ത് എന്തോ പറഞ്ഞേ? മറ്റേ ട്വിറ്റർ അല്ലേ, എക്സ്, ട്വിറ്റർ എക്സിനകത്ത്. അതെ. അതിനകത്തൊന്ന് ഒരു റൂം, ഏതെങ്കിലും ഒരു സമയത്ത് റൂം അതിനകത്തും കൂടെ ആക്കിയാൽ നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം. ട്വിറ്റർ എക്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ട്വിറ്റർ എക്സിനകത്ത് ആക്ച്വലി നല്ല റീച്ച് കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ്. ഇപ്പം എനിക്കതിനകത്ത് റൂംസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒത്തിരി ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട് ബ്രദറെ. അതാണ് നമുക്കതിനകത്ത് റൂമൊന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ അതിനകത്ത് സഹോദരന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് റൂം ചെയ്യുന്നത് നല്ലതാണ്, നല്ലൊരു അഭിപ്രായമാണ്. ട്വിറ്റർ എക്സിനകത്ത് നല്ല റീച്ച്, ഒത്തിരി ആൾക്കാരുള്ളതും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനമാണ്. നമുക്ക് ഒരു സ്പീക്കറിനെ മ്യൂട്ട് ചെയ്യാനും നമുക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നല്ല കൺട്രോൾ ഉള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ട്വിറ്റർ എക്സ്. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആപ്പ് നമുക്ക് പഴയ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മറ്റത് ഇതിപ്പം മ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ മ്യൂട്ട് അടിക്കണം, അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്തോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു സബായിട്ട് വെച്ചിരുന്ന നമുക്ക് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിനകത്തുള്ള ആൾക്കാരും
ട്രെയിനിങ് ആവും. ആ റൂമിലോട്ട് പോകാൻ എങ്ങനെ അതൊരു ട്രെയിനിങ്ങും ആവും. നമുക്ക് അതിന് പുതിയ പുതിയ ആളുകളെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പറഞ്ഞേക്കാം. അതെ 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 നല്ലൊരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും. എല്ലാവരുടെ കയ്യിലും ട്വിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെയിം ഇപ്പം ക്ലബ് ഹൗസിലുള്ളതുപോലെ ഒരു ഐഡിയ അതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മീറ്റിങ്സൊക്കെ അതിനകത്തും ചെയ്യാം. അത് നേരെ നമുക്ക് യൂട്യൂബിനകത്തും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സെയിം ഇതുപോലെ തന്നെ അതിനകത്തും ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അതിനകത്തും. അപ്പം തലോടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തലോടിക്ക് കയറി വരാൻ കേട്ടോ. തലോടി കയറി വന്നിട്ട് തലോടിക്ക് 2 മിനിറ്റ് എടുത്തിട്ട് സംസാരിക്കാം. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കിനും വിഷമിച്ച് ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളുടെ റൂമിനെ പോലെ വെറുതെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ വെറുതെ ചുമ്മാതെ കളിയാക്കുന്ന പരിപാടിയൊന്നുമില്ല. ചോദ്യം ചോദിക്കും പക്ഷെ. ബ്രദറെ, സ്പീക്കർ പാനലുള്ളവരുടെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിനെ പറ്റി ഒന്ന് റെസ്പോണ്ട് ചെയ്യും പ്ലീസ്. അത് ഏതാണ് ആപ്പ്? ഏതാണ് ഇത് അച്ഛൻ ബ്രദറെ ട്വിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ട്വിറ്റർ എക്സ്. നമ്മുടെ ക്ലബ് ഹൗസ് പോലത്തെ തന്നെ ട്വിറ്റർ പോലത്തെ ആപ്ലിക്കേഷനാണ്. അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാം. പല കാര്യങ്ങളും വീഡിയോസും പോസ്റ്റും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാം. അതുപോലെ അതിനകത്ത് സ്പേസസ് എന്ന് പറയുന്ന അതിനകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്പേസസ് എന്ന് പറയുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റൂംസ് ക്രിയേറ്റ് ചെയ്യാം, മീറ്റിങ്സ് ചെയ്യാം. അപ്പം മേജറായിട്ട് നിൽക്കുന്ന ലോകത്തെമ്പാടുമുള്ള മേജർ പൊളിറ്റീഷ്യൻസ്, ഡിപ്ലോമാറ്റ്സ് ഇങ്ങനെയുള്ളവരൊക്കെ അതിനകത്ത് മീറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര ക്രിട്ടിക്കലാണ് അതിനകത്ത് ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ. ഞാൻ പല റൂംസും ചെയ്തായിരുന്നു. പക്ഷേ അതിനകത്ത് സ്ട്രൈക്ക് കിട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പോലുള്ള സെക്യൂരിറ്റി ഉണ്ടോ അതിന്? ക്ലബ് ഹൗസ് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ അക്കൗണ്ട് പോലത്തെ ഒരു അക്കൗണ്ട് അതിനകത്തും ഉണ്ടാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ, ക്ലബ് ഹൗസിനെക്കാട്ടിലും ഇച്ചിരി സെക്യൂരിറ്റി അതിനകത്ത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, കുറവ് കാണത്തില്ല. കാരണം അത് ഒത്തിരി വർഷങ്ങളോളം നടന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളവരൊക്കെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്തത്. എലോൺ മസ്കിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. ഈ ക്ലബ് ഹൗസിനകത്ത് ഒരു മനസ്സിണക്കപ്പെട്ടവർ ചേർന്നോന്നൊരു സംശയമുണ്ട് എനിക്ക്. അതന്നെ അങ്ങനെ പ്രൈവറ്റ് മനസ്സിണക്കപ്പെട്ടവരെ ചേർന്ന് അങ്ങനെ ഒരു സംശയമാണ് എനിക്ക്. കാരണം നമ്മളെ സെപ്പറേറ്റ് മെസ്സേജ് അയക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ വോയിസ് അല്ലാതെ വേറെ ഒന്നും കഴിയത്തില്ല. അത് ക്ലബ് ഹൗസിനെ അവര് നശിപ്പിച്ചു, അല്ലാതെ ഒന്നുമില്ല. അതിന് കംപ്ലൈന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അവരടുത്ത്? നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ചുമച്ച. ഇഷ്ടംപോലെ പലരും ക്ലബ് ഹൗസിൻ്റെ ഇത് നിങ്ങൾ നശിപ്പിച്ചു, ആപ്ലിക്കേഷൻ്റെ പഴയ അതെല്ലാം പോയി എന്ന് പലരും അതിൻ്റെ റീസൺസൊക്കെ പറഞ്ഞിട്ട് പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരതിനെ പ്രത്യേകിച്ച് ഗവനിക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കപ്പെട്ടവർ പെട്ടു എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ അടി അവർക്കാണല്ലോ സംഭവിച്ചത്. തുടർച്ചയായിട്ട് ഇവരൊക്കെ എന്തുവാ ഉലമാക്കളെല്ലാം പ്രസംഗിക്കുന്നുണ്ട്, ഇത് പിശാചിന്റെ ഒരു ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും അതിലേക്ക് പോകരുത്. ഇന്നലെ ഉണ്ടായിരുന്നു നമ്മുടെ വർഗീസ് സാറ് ഒരെണ്ണം കൊണ്ടുവന്ന ഒരു ലിങ്ക് ഇട്ടായിരുന്നു, ജാമിദ ടീച്ചറിന്റെ.
ആകെ ഇസ്ലാം വിശ്വാസികള് കുഞ്ഞുങ്ങൾ ആരും അങ്ങോട്ട് പോരോന്ന് ക്ലബ് ഹൗസിൽ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയതായിരുന്നു നമ്മുടെ തലോടിയെ. എന്തായാലും ആവശ്യത്തിനുണ്ട്, നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് ആ, നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാം. കാരണം നല്ലതുപോലെ നല്ല രീതിയിൽ നിന്ന് സംസാരിച്ച തലോടി. പക്ഷെ രക്ഷ എന്താന്ന് ഇതുവരെ അറിയത്തില്ല. നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവര് നമ്മുടെ നമ്മുടെ ദൈവമാണ് രക്ഷ യഥാർത്ഥത്തിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിനെ തിരിച്ചറിയാൻ നോക്കിയപ്പം എത്ര രണ്ടു മണിക്കൂറായെന്ന് തോന്നുന്നു. എന്റെ 2-2.5 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇടയിൽ നിസ് തലോടിയായിട്ട് വന്നതും കൂടെ അതേ സംസാരിച്ചിട്ട്. അതേ കട്ട് ചെയ്യില്ല. നിസ് വന്നത് അതേപോലെ തന്നെ കിടക്കട്ടെ, എല്ലാവരും ഒന്ന് അറിയട്ടെ. ആ അതെ, നിഷു വന്നത് പെട്ടെന്ന് വന്നങ്ങ് പോയില്ലയോ, അത് 2-3 സെക്കൻഡ് അല്ലേ ഉള്ളൂ. നിന്നീസു എന്തോ തെറി വിളിക്കാൻ പിന്നെയും വന്നു. അവന് തെറി വിളിക്കാനല്ലാതെ അവൻ ആ എന്നാ പറയാ. അങ്ങനെ ഒന്ന് വന്നായിരുന്നു, ഒന്ന് വന്ന് കേറിപ്പോയി. ഓക്കെ, നല്ലൊരു ചർച്ചയായിരുന്നു. അത് നല്ല രീതിയിൽ ചർച്ച കൊണ്ടുപോയി. അവസാനം ഇറങ്ങിപ്പോകാനൊരു വഴി നോക്കുകയായിരുന്നു എന്റെ കൂട്ടുകാരൻ. വെറുതെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും പറയുമല്ലോ. ഇതൊരു ഈ മോങ്ങാനിരുന്ന ഒന്ന് പറയുകയാണെങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോഴത്തേക്കാണ് ആ മോങ്ങാൻ എന്ന ഭാഗത്തൊന്ന് തൊട്ടതേ ഉള്ളൂ. പാപം നസീം പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോയി. പോട്ടെ, അടുത്ത ദിവസം നമ്മുടെ കൂട്ടുകാരൻ വരും. ആരും കളിയാക്കണ്ട. നമ്മുടെ തലോടി അടുത്ത ദിവസവും വരും. താഴെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. വിജയകരമായ ഒരു ഒരു ചർച്ചയായിരുന്നു. ഹദീസ് മോങ്ങാനിരുന്ന പട്ടിയുടെ തേങ്ങ വീണെന്നാ പറഞ്ഞത്. മോങ്ങാനിരുന്ന പട്ടിയുടെ മുകളിൽ ഒരു തേങ്ങ വീണു. അപ്പൊ പിന്നെ അതിന് സൗകര്യമായി. എന്തായാലും ജെയിംസ് സാറ് നല്ല ഒരു രക്ഷയെ കുറിച്ചുള്ള ഒരു ദൂത് പറഞ്ഞു കൊടുത്തു, അത് മനസ്സിലാകുന്ന രീതിയിൽ. അതിന് ചോദ്യം, നമ്മുടെ സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അതിനുകൂടി ഉത്തരം കൊടുത്ത്. വളരെ നന്ദി ജെയിംസ് സാറ്. ജെയിംസ് സാറെ, ഒത്തിരി താങ്ക്സ്. സാറിന്റെ ഓരോ വീഡിയോ, അതായത് ഓരോ ആഡിയോസും ഇതേപോലെ റൂമുകളിൽ വിട്ട് അത് ഇതേപോലെ കുളമാക്കി വെക്കുന്നുണ്ട്. ഞാൻ അത് 1-2 തലോടെ റൂമിൽ ഞാൻ ഒരു പ്രാവശ്യം ഇത് കേട്ടതാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് വന്ന് ഞാൻ ചോദിക്കാൻ കാരണം. സോറി. അത് കുഴപ്പമില്ല. അത് ആ സമയത്ത് ഒരു ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചത് ഒന്നുകൂടി വ്യക്തത കിട്ടാൻ വേണ്ടിയാണല്ലോ. ഓക്കെ, നസീം ബദറെ. അത് നന്നായി, ചോദ്യം ചോദിച്ചാൽ നന്നായി. അതെ അതെ അതെ, അതിന് ഒരു ക്ലിയർ, അതായത് ശരിയായ വഴി എന്താണെന്ന് ഒന്നുകൂടി ചോദിച്ചത് പറയാൻ തുടങ്ങിയത്. എന്തായാലും നസീം ബദർ അതിനകത്തൊന്ന് വന്നപ്പോഴത്തേക്ക് അതല്ല, തലോടി അതിനകത്ത് ജെയിംസ് സാറ് പറഞ്ഞ് നിർത്തിയ ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ അതിൽ ചോദിച്ചത്. അത് തന്നെ ടോൺ വന്നത്. അതാണ് ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് ചോദിപ്പിക്കാതെ തന്നെ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചത്. ഇല്ല, നമുക്ക് ആ വ്യക്തിക്ക് ചോദ്യം ചോദിക്കാൻ തന്നെ സമയം കൊടുക്കണം. ആ ചോദ്യം തന്നെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം അത് വേറെ രീതിയിലാക്കി എടുക്കാനാണ് അവൻ ശ്രമിക്കത്തുള്ളൂ. ഞാൻ അത് പലപ്പോഴും തലോടിയുടെ റൂമിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാ ഇതേ സംഭവം തന്നെ. അങ്ങനെ ചോദിച്ചാല് തന്നെ പറയിപ്പിച്ചു. അങ്ങനെ ചോദിച്ചാലും ജെയിംസ് സാറ് ഉത്തരം പറയുമല്ലോ. നമുക്ക് പ്രയാസപ്പെടാം. തിരക്കായിരുന്നു. ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഇന്റലക്ച്വൽ ഓണസ്റ്റി വലിയതായിട്ട് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. അവൻ എത്ര നമ്മൾ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാലും അവൻ്റെ റൂമിൽ പോയിട്ട് അവൻ ആ മറുപടി ഒന്നും കേൾക്കാതെ പിന്നെയും സെയിം കാര്യം പിന്നെയും അതുപോലെ ഓക്കാനിക്കുന്ന പരിപാടിയാണ് പലപ്പോഴും മുസ്ലിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇത് സത്യസന്ധതയോടെ ചിന്തിക്കുന്ന ഒരു മുസൽമാനാണെങ്കിൽ അവന് കാര്യം പിടികിട്ടും. അവൻ സത്യസന്ധതയോടെ ആ കാര്യം വിശ്വസിച്ച് എന്താണ് പറഞ്ഞത് അത് ലോജിക്കൽ റീസണിങ് വെച്ചോ അവന്
കിട്ടിയ മറുപടി അനുസരിച്ച് അവന് മനസ്സിലാകും, എന്തുവാ എടാ ഞാൻ നിൽക്കുന്ന പൊസിഷൻ തെറ്റാണ്, ഞാൻ എൻ്റെ പൊസിഷൻ മാറ്റിയെടുക്കണം. അങ്ങനെ മാറി വരുന്ന പലരും ഉണ്ട്. ഞാൻ ഈ സമയങ്ങളിൽ നബീൽ ഖുറേഷിയുടെ ഈ പുസ്തകം സീക്കിംഗ് അല്ല ഫൈൻഡിങ് ജീസസ് എന്ന് പറയുന്ന ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സുന്ദരമായിട്ടുള്ള നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ ബുക്ക് വായിക്കണം. എങ്ങനെയാണ് നബീൽ ഖുറേഷി വെറും ഡേവിഡ് വുഡുമായിട്ട് സംസാരിച്ചിട്ട് ഒറ്റയടിക്ക് പുള്ളിക്ക് ആ മാറ്റങ്ങൾ വരികയല്ല. നബീൽ ഖുറേഷിയും ഡേവിഡും ഒരേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അവിടെ സ്കോളേഴ്സ് ആയിട്ടുള്ളവർ വന്ന് ബൈബിളിനെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും ഡിഫെൻഡ് ചെയ്ത് പല ഡിബേറ്റുകൾ, സ്പെഷ്യലി ഷബീർ അലിയുമായിട്ടുള്ള ഡിബേറ്റ് പോലും നേരിട്ട് കണ്ട് പൊസിഷൻസ് മനസ്സിലാക്കിയിട്ടാണ് പുള്ളിയുടെ ഈ ചിന്തയിൽ മാറ്റങ്ങൾ വന്നത്. പുള്ളിയുടെ അപ്പൻ്റെ മുൻപിൽ പോലും, അപ്പൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഹമ്മദിയ മുസ്ലിം ആയിരുന്നു. അപ്പൻ്റെ മുന്നിൽ പോലും ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് ഹിസ്റ്റോറിക്കലി നമ്മൾ കാണുമ്പോൾ അതിന് വിപരീതമായിട്ട് എങ്ങനെ ഇസ്ലാമിന് കാണാൻ പറ്റും എന്നുള്ള കാര്യം നബീൽ ഖുറേഷി അപ്പൻ്റെ മുൻപിൽ ചോദിക്കുന്നതായിട്ടുള്ളൊരു സന്ദർഭമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ അപ്പനുമായിട്ടുള്ള ഒരു അകൽച്ച പുള്ളിക്കുണ്ടാകുന്നതും പുള്ളിയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നത്. അപ്പം ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയോടെ ഒരാൾ സത്യസന്ധതയോടെ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. പക്ഷേ ഈ ജാക്കിർ നായിക്കിനെ പോലെയോ അല്ലെങ്കിൽ അഹമ്മദ് ദീദാദിനെ പോലെയോ അല്ലെങ്കിൽ ഈ മുഹമ്മദ് ഇജാബോ അല്ലെങ്കിൽ അലിദാവ ഇങ്ങനത്തെ ഈ കള്ളന്മാരെ പോലെ ഉള്ളവരാണെങ്കിൽ അവർ ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് തന്നെ മുസ്ലിങ്ങൾ കേട്ടിട്ട് അവർ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ അവർക്ക് ഉത്തരം കേൾക്കുകയോ അതിൻ്റെ മറുപടി മനസ്സിലാക്കി അത് ഗ്രഹിച്ച് അത് എന്താണ് അതിനകത്തെ പോരായ്മ എന്താണെന്നുള്ള കാര്യം ചിന്തിക്കുകയോ ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല. ഈ തലോടിയോട് ഞാൻ ഈ കാര്യം ചോദിക്കാനുള്ള കാരണം ഒരു ഹദീസാണ്. കാരണം അള്ളാഹു ആണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അള്ളാഹു ഇത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. സഹി മുസ്ലിം 2749 പറയുന്ന അബു ഹുറൈറ റിപ്പോർട്ടഡ് ദാറ്റ് അല്ലാഹ്സ് മെസ്സഞ്ചർ സെഡ്, ബൈ ഹിം ഇൻ ഹൂസ് ഹാൻഡ് ഈസ് മൈ ലൈഫ്, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ, ഇഫ് യു വർ നോട്ട് ടു കമ്മിറ്റ് സിൻ അല്ലാഹ് വിൽ സ്വീപ്പ് യു ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ്. നിങ്ങളിൽ ആരും പാപം ചെയ്യത്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ അവിടെ നിന്നും എടുത്ത് മാറ്റിക്കളയും. ആൻഡ് ഹീ വുഡ് റിപ്ലേസ് യു വിത്ത് ദോസ് ഹൂ വിൽ കമ്മിറ്റ് സിൻ ആൻഡ് സീക്ക് ഫോർഗിവ്നെസ് ഫ്രം അല്ലാഹ്. എന്നിട്ട് പാപം ചെയ്യുന്ന ഒരു കൂട്ടരെ അവിടെ ആക്കി വെച്ചിട്ട് അള്ളാഹുവിനോട് അവർ പാപത്തിന് വേണ്ടി ക്ഷമ ചോദിക്കും. ആൻഡ് ഹീ വിൽ പാർഡൻ ദം. എന്നിട്ട് അള്ളാഹു അവർക്ക് പാപം പുറത്തു കൊടുക്കും. അപ്പൊ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവാണ് കുറ്റക്കാരൻ. അള്ളാഹുവിന് ക്ഷമ കൊടുക്കുവാനുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് പുള്ളിക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ. നസ്രീനെ അത് ഖുറാനിൽ തന്നെ നേരിട്ട് പറഞ്ഞിട്ടില്ലേ? ജെയിംസ് സാറെ, ഖുറാനിൽ നേരിട്ട് ഇങ്ങനെ ഈ ലൈനിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡിൽ നമുക്ക് കാണുന്നില്ല. പക്ഷേ ഇത് ഹദീസ് വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും ഖുറാന്റെ ആയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ബ്രദറെ മിസ്സായി അത് പോയിട്ടുണ്ടായിരിക്കും. ബ്രദറെ ഉണ്ട്. 2:7 ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. That means he cannot do anything without thinking it over. നിങ്ങളല്ല കൊന്നത്, അള്ളാഹുവാണ് കൊന്നെന്നുള്ള രീതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുണ്ട്. വേറെ ഒരിടത്ത്. ജെയിംസ് സാർ പറഞ്ഞ ഏതാ? 2-ന്റെ 2:7 അള്ളാഹ് ബ്ലോക്ക് ദ ഹാർട്ട് ഓഫ് നോൺ ബിലീവേഴ്സ് ആൻഡ് ഹെൻസ് ഹി ഈസ് റെസ്പോൺസിബിൾ. ആ ആശയം നമ്മൾ അവിടെ കാണുന്നുണ്ട്. 2:7 Allah has sealed upon their hearts and upon their hearing, and there is a covering over their eyes, and there is a great punishment for them. എന്ന് പറഞ്ഞാൽ അള്ളാഹു മൂടിയിരിക്കുന്നു. പക്ഷെ ഇത് അള്ളാഹു ഇവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക ജെയിംസ് സാറേ, നിർബന്ധിതമായിട്ടും. 2:253 253 ഫൈറ്റ് എല്ലാം ഉണ്ടാകുന്ന അള്ളയുടെ വില്ല് കൊണ്ടല്ലേ? 253 And we have made some of these apostles to excel the others. Among them are they whom Allah spoke, and some of them he exalted by rank. And we have clear miracles to Isa son of Miriam, and strengthened him with the Holy Spirit. And if Allah had pleased, those after them would not have fought
one with another after clear arguments had come to them, but they disagree. So there were some of them who believed and others who denied. And if Allah had pleased, they would not have fought one another. But Allah brings about what he intends. അതെ, അള്ളാഹുവാണ് ഇതിന് കാരണക്കാരനെല്ലാം. വഴക്കുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ 4:119 ഈ ഫോൾസ് ഡിസയേഴ്സും ഒക്കെ അള്ളാഹ് ഉണ്ടാക്കുന്നതാണെന്നുള്ള സൂചനയുണ്ടല്ലോ. 4:119 4:119 പറയുന്നത്, ആൻഡ് മോസ്റ്റ് സർട്ടൻലി ഐ വിൽ ലീഡ് ദം എസ്ട്രേ ആൻഡ് എക്സൈറ്റ് ഇൻ ദം വെയിൻ ഡിസയേഴ്സ്. അവരെ വഴിപഴപ്പിക്കും. അതുപോലെ തന്നെ അവരുടെ ഇത് പിശാച് പറയുന്നതായിട്ടാണ്, ഇബ്ലീസ് പറയുന്നതായിട്ടാണ് കാണുന്നത്. They do not call beside him on anything but idols, and they do not call on anything but a rebellious Satan. Allah has cursed him, and he said, most certainly I will. Allah, ശരിയാ അള്ളാഹു പറയുന്നതായിട്ട്. And most certainly I will lead them astray and excite in them vain desires. അവരുടെ ഹൃദയത്തിൽ വൃഥാവായിട്ട് അവരെ ഞാൻ വഴി പിഴപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവാണ് ഇത് ചെയ്യുന്നത്. ഇതേ കൂടുതൽ എന്നാ പറയാൻ? ഇതെല്ലാം കയ്യിലിരുന്നിട്ടാണ് മുസ്ലിങ്ങൾ പറയുന്നത്, ഞങ്ങൾ പാപം ചെയ്തിട്ട് ഞങ്ങൾ നേരെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമെന്ന്. ഈ വൃത്തികേടെല്ലാം അള്ളാഹുവാണ് കാണിച്ചു വെക്കുന്നത്. പിന്നെ ഒരുപാടുണ്ട്. അതായത് അള്ളാഹ് പ്രീ ഓർഡൈൻ ചെയ്യുന്നുള്ള ധാരാളം ആയത്തുകളുണ്ടല്ലോ. പിന്നെ അള്ളാഹ് കുഡ് പെർവേർട്ട് ഐഡൽ വർഷിപ്പ് ആൻഡ് ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. 6:107 നോക്കിയാൽ ഐഡൽ വർഷിപ്പ് പെർപ്പച്വേറ്റ് ചെയ്യുന്നത് അള്ളയുടെ അനുവാദത്തോടു കൂടാ, ഇഷ്ടത്തോടു കൂടെയാ. പിന്നെ കുറെ പേര് നരകത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ധാരാളം ആയത്തുകളുണ്ടല്ലോ. 7:179, 11:34 ഒരുപാടുണ്ട് ആ കാറ്റഗറി പെടുന്നത്. കുറെ പേര് നരകത്തിനായിട്ട് എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് അവർ നരകത്തിൽ പോകണം, അതിനുവേണ്ടി കുറെ പേരെ ഉണ്ടാക്കി ഇട്ടേക്കാണ്. അപ്പൊ അള്ളയാണ് സകലത്തിനും റെസ്പോൺസിബിൾ. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളേ. താങ്ക് യു. ജെയിംസ് സാറ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് കുറച്ച് സമയം കേട്ടില്ല. ജെയിംസ് സാറ് പറഞ്ഞതില് എനിക്ക് നെറ്റില്ലാതെ പോയി. ഒരു പാപം സിംപ്ലി അങ്ങ് ക്ഷമിക്കാൻ ദൈവത്തിന് കഴിയില്ല. അതിന് ജസ്റ്റായ ദൈവം, നീതിമാനായ ദൈവം അത് ശിക്ഷിക്കാതെ എങ്ങനെ അത് ചുമ്മാ അങ്ങ് അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമോ? വിതൗട്ട് ദ ഷെഡിങ് ഓഫ് ബ്ലഡ് ദർ ഇസ് നോ റെമിഷൻ ഓഫ് സിൻസ് എന്ന് പറഞ്ഞിരിക്കെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഇവരെങ്ങനെ പറയും? ഇവരെന്തിനാണ് പിന്നെ കാബയിൽ പോയിട്ട് ബലി കൊടുക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളൊന്ന് അഡ്രസ് ചെയ്യാമോ? അത് വളരെ ശരിയാ സിസ്റ്ററെ. ഒരു തെറ്റിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒരെണ്ണം വെർട്ടിക്കലും മറ്റേത് ഹൊറിസോണ്ടലും. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എവ്രി സിൻ ഈസ് അഗൈൻസ്റ്റ് ഗോഡ്. എല്ലാ പാപങ്ങളും ദൈവത്തിനെതിരാ. ഏത് സിൻ എടുത്താലും, എൻ്റെ രഹസ്യമോ പരസ്യമോ, ഞാൻ ഒരാളെ അടിക്കുകയോ ഇടിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഈവിളായിട്ടുള്ള ഒരു കാര്യം എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ചെയ്യുകയോ, അതെല്ലാം ദൈവത്തിന് എതിരെയുള്ള ഒരു സിന്നാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രൊക്ലമേഷൻ ഉണ്ട്, കമ്മിറ്റ് നോ സിൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരു പാപവും ചെയ്യാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല ഈ 10 കൽപ്പനയൊക്കെ യേശുക്രിസ്തു അങ്ങോട്ട് വൈഡൻ ചെയ്തു വരുമ്പോഴത്തേക്ക് തോട്ടിൽ വരെ സിന്നുണ്ട്. അതെല്ലാം 10 കൽപ്പനയുടെ ലംഘനമായിട്ടും വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവറി സിൻ ഈസ് വെർട്ടിക്കൽ, അല്ലെങ്കിൽ ദൈവത്തോടാ. അതുപോലെ തന്നെ ഓരോ പാപത്തിനും ഒരു ഹൊറിസോണ്ടൽ മാനമുണ്ട്. ഇപ്പം ഒരാൾ ആത്മഹത്യ ചെയ്യാന്ന് വിചാരിക്കുക, അത് ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ചും ഹ്യൂമനിസം അനുസരിച്ചും ഒക്കെ അവന്റെ പ്രൈവറ്റ് കാര്യമാ, ഗവൺമെന്റ് അതിനകത്ത് ഇടപെടരുത്, മറ്റുള്ളവർ ഇടപെടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോർണോഗ്രഫി അല്ലെ ലിവിങ് ടുഗദർ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് അത് പരസ്പര സമ്മതത്തോടല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള ഏത് കാര്യം എടുത്താലും ഇത് അൾട്ടിമേറ്റ്ലി സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. ഇപ്പം ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അനേകർ അനാഥരാകും, പലരും മെന്റൽ ഹാർഡ്ഷിപ്പ് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പം എല്ലാ സിന്നിനും
മറ്റുള്ളവരെ ബാധിക്കാനുള്ള, അതായത് എനിക്ക് മാത്രം, എന്നെ മാത്രം ബാധിക്കത്തക്ക വിധത്തിൽ ഒരു സിന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി എന്നെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ പോലും ഗോഡ് ഡസന്റ് അലോ ദാറ്റ്, ബിക്കോസ് ഐ എം എ ക്രിയേച്ചർ ഓഫ് ഗോഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവറി സിൻ ഹാസ് എ വെർട്ടിക്കൽ ആസ്പെക്ട്. ദൈവത്തോട് ചെയ്യുന്ന ഒരു പാവമാണത്. എ ഹൊറിസോണ്ടൽ ആസ്പെക്ട്, മനുഷ്യനോടോ മറ്റൊരു മനുഷ്യനോടോ അല്ലെ ഹ്യൂമാനിറ്റിയോട് പൊതുവെയോ ഒക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇപ്പൊ ഞാൻ അങ്ങ് ഉഴപ്പി നടക്കുക, ദാറ്റ് ഈസ് ഐ എം എ ബേർഡൻ ടു ദ സൊസൈറ്റി. അപ്പം അത് സൊസൈറ്റിയോട് ചെയ്യുന്ന ഒരു പാവമാണ്. ഞാൻ ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ ചെയ്യാതെ ഞാൻ ശാപ്പാട് മാത്രം അടിച്ചങ്ങ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ സൊസൈറ്റിയോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പം എവ്രി സിൻ ഹാസ് എ ഹൊറിസോണ്ടൽ ആസ്പെക്ട്. അപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ട് കോടതി ചെല്ലുക, ഒരുത്തനെ ഞാൻ അടിച്ചു, അല്ലെ കൊന്നു, അല്ലെ 100 ലക്ഷം 1 കോടി രൂപ പറ്റിച്ചു, ചീറ്റ് ചെയ്തു. കോടതിക്ക് പറയാൻ പറ്റുമോ? സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിൽ പോലും പറയാൻ പറ്റുമോ നിന്നോട് ക്ഷമിച്ചിരിക്കുന്ന ഈ പൊക്കോന്ന്? നോ, ഇറ്റ് ഹാസ് ടു ബി കോമ്പൻസേറ്റഡ്. അല്ലെങ്കിൽ അത് നീതിയല്ല. ഈ പഴയ നിയമത്തിന്റെ മുഴുവൻ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ണിന് പകരം കണ്ണ്, കാലിന് പകരം കാല് എന്നൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നും. പക്ഷേ ഇന്നും ലോകത്തിലെ നിയമവ്യവസ്ഥിതികൾ മുഴുവൻ അതിന്റെ അടിസ്ഥാനത്തിലാണ്, കോമ്പൻസേറ്ററിയാ. ഇപ്പൊ ഒരുത്തനെ കൊന്നവന് പണം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ജീവപര്യന്തം ജയിലിൽ കിടന്നു. നിന്റെ ലൈഫ് നിനക്ക് 50 വർഷമോ 70 വർഷമോ ഉള്ളതിൽ 20 വർഷമോ 30 വർഷമോ ജയിലിൽ കൊടുത്ത് നീ കോമ്പൻസേറ്റ് ചെയ്യണം. എവ്രി ലോകത്തിലെ എല്ലാ നീതിന്യായ വ്യവസ്ഥയും കോമ്പൻസേറ്ററി പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നും ഇസ്ലാമിക് രാജ്യങ്ങളാണെങ്കിലും അല്ലെങ്കിലും അത് ബിബ്ലിക്കൽ പ്രമാണമാണ്. അത് ഒരു ലോജിക്കലി കൺസിസ്റ്റന്റുമാണ്. അത് നമ്മൾ ആലോചിച്ചാൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയൊന്നും വേണ്ട. എന്റെ 100 കോടി രൂപ നീ വെട്ടിച്ചോ, ആ 100 കോടിയും പലിശയും തന്നേ പറ്റൂ, അല്ലേ യു ആർ നോട്ട് ഫ്രീ. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ആസ്പെക്റ്റിനെ മറന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ട് സ്വന്തക്കാരന് ക്ഷമിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥിതി ഒന്നും ഫെയർ അല്ല, ജസ്റ്റിഫയബിൾ അല്ല. ഇത് പ്രൂവ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മളിങ്ങനെ പറയുമ്പം തന്നെ ഒരാൾക്ക് മനസ്സിലാകും. അത് ലോജിക്കിന്റെ ഒരു പ്രത്യേകത. ഇപ്പം കർത്താവ് പറഞ്ഞു നിന്റെ കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകരുത്. പക്ഷേ ശാസ്ത്രിമാരും ചലഞ്ച് ചെയ്യുന്നില്ല. അത് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷന്റെ വയലേഷൻ ആണെന്ന് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലാണ് ഒരുത്തനെ 100 കോടി പറ്റിച്ചവന് ആ 100 കോടി കോമ്പൻസേറ്റ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഈസ് എ സോർട്ട് ഓഫ് കോൺട്രഡിക്ഷൻ. എന്റെ 100 കോടിക്ക് വിലയില്ലെന്ന് കോടതി പറയുക. എനിക്കൊരാൾ 100 കോടി രൂപ തരാനുണ്ട്, കോടതി ചെന്നപ്പോൾ കോടതി പറഞ്ഞ ആ 100 കോടിക്ക് വിലയില്ല. പക്ഷേ വേറൊരു ട്രാൻസാക്ഷനിൽ ഞാൻ ഗവൺമെന്റിലേക്ക് പണം അടയ്ക്കണേ പറയില്ല 100 കോടിക്ക് വിലയുണ്ട്. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ സിസ്റ്റത്തിന് അങ്ങനെ കോൺട്രഡിക്ഷൻസിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ലോകത്തിലെ സകല നീതിന്യായ വ്യവസ്ഥിതികളും കോമ്പൻസേറ്ററിയാ. അപ്പം മനുഷ്യരുടെ പാപം മുഴുവൻ ദൈവത്തിനെതിരെയാണ്. സെക്കൻഡ്ലി മനുഷ്യനെതിരെയാണ്. അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എറ്റേണൽ ഹെല്ലാണ്. അങ്ങനെ എറ്റേണൽ ഹെല്ലാകാനിരിക്കാനുള്ള കാരണം നമ്മൾ ഈ തെറ്റൊക്കെ ചെയ്യുന്ന ദൈവത്തോട് ചെയ്യുന്ന തെറ്റ്, ഓൾമൈറ്റി എറ്റേണൽ ഗോഡിനോട് ചെയ്യുന്ന തെറ്റ്, അതിന് എറ്റേണൽ പണിഷ്മെന്റ് ആണ് ഏറ്റവും അഡിക്വേറ്റ് ആയിട്ടുള്ളത്, ന്യായമായിട്ടുള്ളത്, നീതിയായിട്ടുള്ളത്. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ 2 കൊച്ചുങ്ങൾ തമ്മിൽ ചെരുപ്പെടുത്തെറിഞ്ഞാൽ അതൊരു മൈനർ കേസാ. ഒരു വെരിട്ടൊക്കെ വെരിട്ടി ചെവിക്കല്ലേ ഒരു ചെറിയ പിച്ചും കൊടുത്തു വിടും. അതേ സമയത്ത് ഒരു മുതിർന്ന ആള് വേറൊരു മുതിർന്ന ആളിനെ ആണെങ്കിൽ അത് വലിയ കേസാണ്. ചിലപ്പം പോലീസ് കേസൊക്കെ വരും, എറിഞ്ഞ ആളിന് ചെറിയൊരു ശിക്ഷയൊക്കെ കിട്ടിയെന്ന് വരും, തടവൊക്കെ കിട്ടിയെന്ന് വരും. അത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഇതേ കാര്യം ചെയ്താലോ, ഐ വിൽ ബി പുട്ട് ഇൻ ജയിൽ. ആൻഡ് അതായത് ഒരു ഫോറിൻ ഡിഗ്നിറ്ററിയെ ഇന്ത്യയിൽ അവമാനിക്കുകയാണെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈവൻ എനിക്ക് വധശിക്ഷ വരെ തരാം. അപ്പൊ ആരോടാണ് ഒരു തെറ്റ് ചെയ്യുന്നത്, എത്ര മനഃപൂർവ്വമാണ്? ഈ 2 കാര്യങ്ങൾ ഒരു തെറ്റിന്റെ ശിക്ഷ തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാണ്. ഒന്ന്, മനഃപൂർവ്വമാണോ ചെയ്തത്. ഒരു ഭ്രാന്തൻ ചെയ്താൽ മനഃപൂർവ്വമല്ല, അതിന് ശിക്ഷയില്ല. ഒരു കുഞ്ഞ് ചെയ്താൽ മനഃപൂർവ്വമല്ല, കാരണം കുഞ്ഞിന് ചിന്തിക്കാൻ കഴിവില്ല. അതേ സമയത്ത് ഒരു ആൾ ചെയ്താൽ മനഃപൂർവ്വം. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ആരോടാണ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ തെറ്റുകൾ ഒരു വശത്ത് ദൈവത്തോടെ ചെയ്യുന്നു, അതിന് എറ്റേണൽ പണിഷ്മെന്റ് ന്യായമായിട്ടുള്ളതാണ്. പിന്നെ മറ്റു മനുഷ്യരോട് ചെയ്യുന്നതാണെങ്കിൽ അതിന് ഒരു വെർട്ടിക്കൽ പണിഷ്മെന്റ് ഉണ്ട്. അത് സാധാരണഗതിയിൽ ഒരു കോൺസിക്വൻസ്. ഞാൻ ചെയ്തില്ലെങ്കിൽ അതിന് തുല്യമായ വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഉണ്ട്. അപ്പം മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങളുടെ പണിഷ്മെന്റ് ആണ് കോൺസിക്വൻസ് ഓഫ് സിൻ. അത് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കും, നിയമവ്യവസ്ഥയിൽ കൂടെ അനുഭവിക്കും. പിന്നെ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിച്ച് അതിൽ നിന്നുണ്ടാകുന്ന അസംതൃപ്തിയൊക്കെ കാരണവും നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് വഴിയുള്ള
ആ പേയ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഈ എറ്റേണൽ സിന്നിന് അല്ലെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന സിന്നിനുള്ള പണിഷ്മെന്റ് ആണ് എറ്റേണൽ ഹെൽ. ഇത് സമ്പൂർണമായിട്ടും മനഃപൂർവ്വമായിട്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. ഹൗവയാണെങ്കിൽ പാപം ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രസംഗം തന്നെ നടത്തുന്നുണ്ട്, ആ മരത്തെ തൊടുക പോലും ചെയ്യരുതെന്ന് വരെ പറയുന്നുണ്ട്. സോ ഷി വാസ് ഫുള്ളി സീസ്ഡ് ഓഫ്. സമ്പൂർണമായിട്ടും മനഃപൂർവ്വമായിട്ടും അറിഞ്ഞുകൊണ്ട് പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സ്വന്തം തീരുമാനപ്രകാരം അവള് തിന്നാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണെന്നും കാണാൻ നല്ലതാണെന്നൊക്കെ കണ്ടാണ് അവൾ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫുള്ളി ഹെർ ഡിസിഷൻ ഓൾസോ. അപ്പൊ അതുകൊണ്ട് അതൊരു നോയിങ്ലി ചെയ്ത തെറ്റായിരുന്നു. നോയിങ്ലി ചെയ്ത, മുതിർന്ന ആള് ചെയ്ത, ദൈവത്തിനെതിരെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എറ്റേണൽ ഹെല്ല. ഇന്നും മനുഷ്യര് ചെയ്യുന്ന തെറ്റുകളെല്ലാം ഇതുപോലെ നോയിങ്ലി ദൈവത്തിനെതിരെ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. ഒരാൾ ചിലപ്പോൾ അത് നിഷേധിക്കുമായിരിക്കും ദൈവം ഇല്ലെന്നൊക്കെ, എന്നാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് അഗ്നസ്റ്റ് ദ ക്രിയേറ്റർ. അപ്പൊ അതിന് എറ്റേണൽ പണിഷ്മെന്റ് ആണ് അതിനുള്ള ശിക്ഷ. അപ്പൊ ആ എറ്റേണൽ പണിഷ്മെന്റ് ഒറ്റയടിക്ക് ഇതാ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാൻ ദൈവത്തിന് കഴിയുകയില്ല, കാരണം ദൈവം നീതിമാനാണ്. അതുപോലെ തന്നെ മറ്റൊരാൾക്കെതിരെ ചെയ്ത ആ വെർട്ടിക്കൽ സിന്ന്, വെർട്ടിക്കൽ കോൺസിക്വൻസ്, അതും ഒഴിവാക്കാനായിട്ട് സാധിക്കത്തില്ല. അത് രണ്ടും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ സ്നേഹധനനായ ദൈവത്തിന്, ഓൾ ലവിങ് ഗോഡ്, ദൈവത്തിന് പല ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ. അവന് ഓൾ ലവിങ് ആണ്, ഓൾ നോയിങ് ആണ്, ഓൾ മൈറ്റി ആണ്. ആ ഓൾ ലവിങ്നെസ് കാരണം മനുഷ്യനെ അങ്ങനെ ഉപേക്ഷിക്കാനും കഴിയത്തില്ല. നീ എറ്റേണൽ പണിഷ്മെന്റ് അനുസരിച്ച് അനുഭവിച്ച് എന്നും ജയിലിൽ നരകത്തിൽ കിടന്നോ, അങ്ങനെ ദൈവത്തിന് ഉപേക്ഷിക്കാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്നേഹധനനായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായിട്ട് അവതരിക്കാൻ അനുവദിച്ച് നമുക്ക് പകരമായിട്ട് മരിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കുന്നത്. ഒരു സിന്നും കോമ്പൻസേറ്റ് ചെയ്യാതെ പരിഹരിക്കപ്പെടാനായിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഒരു പ്രാവശ്യം ക്ഷമ പറഞ്ഞാലും പിന്നെയും അവന് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പരിപൂർണ പാപമോചനം കിട്ടാനായിട്ട് യേശുക്രിസ്തുവിലൂടെയുള്ള കോമ്പൻസേഷൻ വഴി മാത്രമേ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിലൂടെയുള്ള കോമ്പൻസേറ്ററി പണിഷ്മെന്റിന്റെ ഗുണം, ഒന്ന്, നമ്മുടെ സകല പാപങ്ങളും, അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അതിന്റെ ശിക്ഷയും എല്ലാം ഏറ്റെടുത്താണ് യേശുക്രിസ്തു മരിച്ചിരിക്കുന്നത്. അപ്പൊ സകല പാവങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടുന്നു. ഭാവിയിൽ ചെയ്യുന്ന പാവങ്ങൾക്കും ആ യേശുക്രിസ്തുവിന്റെ രക്തം അവൈലബിൾ ആണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന 1 യോഹന്നാൻ ആ 5-ാം വാക്യം തൊട്ടുള്ള എല്ലാ വാക്യങ്ങളും വിശ്വാസികളോട് ബന്ധപ്പെട്ടുള്ള വാക്യങ്ങളാണ്. അത് വിശ്വാസി പാപം ചെയ്യുമ്പോൾ അതിന് പാപമോചനം നേടുന്നതിനെ കുറിച്ചാണ്. അതൊരു നെസസറി ഡോക്ട്രിൻ തന്നെയാണ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയും എന്ന് ചെയ്യുന്ന പാപത്തിനുള്ള മോചനം അതിൽ കൂടെയാണ്. പക്ഷേ മനുഷ്യനൊരു രൂപാന്തരം ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് എൻ്റെ ഹൃദയത്തിൽ വസിപ്പിക്കുന്നത്. പണ്ട് 70കളിലൊക്കെ പെട്രോളിന് വലുതായിട്ട് വില കൂടിയപ്പോൾ ഡീസലിന് വളരെ വിലക്കുറവാണ്. അപ്പോൾ ആളുകളൊക്കെ പെട്രോൾ എഞ്ചിൻ ഇളക്കി കളഞ്ഞിട്ട് ഡീസൽ എഞ്ചിൻ കയറ്റുമായിരുന്നു. അപ്പം വളരെ ഓൾഡ് മോഡൽ വർക്ക് ചെയ്യാത്ത പെട്രോൾ എഞ്ചിനുള്ള കാറ് മേടിച്ചിട്ടാണ് ഇതിനകത്ത് ഡീസൽ എഞ്ചിൻ കയറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ പാപം നിറഞ്ഞ ഒരു ഹൃദയമുള്ള നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക. അതാണ് ആ ലോഡ്ഷിപ്പിന്റെ മിറക്കിൾ. അപ്പോൾ ഒരു വശത്ത് എൻ്റെ പാപങ്ങൾക്കെല്ലാം മോചനം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നു, മറുവശത്ത് എന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കാനായിട്ട് യേശുക്രിസ്തു എന്നിൽ വസിക്കുന്ന ഒരു മെക്കാനിസവും കൂടെ ബൈബിളിന്റെ ഡോക്ട്രിനിലുണ്ട്. അതാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനെ പുതിയ ക്രിയേഷനാക്കി എടുക്കാൻ രക്ഷിക്കപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ ഞാനൊരു പാപിയാണ്, ഞാൻ അതിൽ ദുഃഖിക്കുന്നു എന്നുള്ള ചിന്ത ഹൃദയത്തെ ഭരിക്കുകയും യേശുക്രിസ്തു എനിക്ക് പകരമായിട്ട് കോമ്പൻസേറ്ററി പണിഷ്മെന്റ് ഏറ്റു, എൻ്റെ പാപത്തിന് റെസ്പോൺസിബിലിറ്റി വഹിച്ചു, എൻ്റെ ശിക്ഷയെ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുകയും ഇനി മുതൽ യേശുക്രിസ്തുവാണ് എൻ്റെ കർത്താവ്, അല്ലെ യജമാനൻ, അല്ലെ യേശുക്രിസ്തുവിന്റെ ഉപദേശം ബൈബിളിലുണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിക്കും എന്ന് ഒരു തീരുമാനം ദൈവത്തിൽ ആശ്രയിച്ച് എടുക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. അവനിലേക്ക് യേശുക്രിസ്തു വരികയാണ്. പിന്നീട് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത അവന് ലഭിക്കുക. പിന്നെ അവൻ പാപം ചെയ്താൽ വീണ്ടും അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിൽ അഭയം പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ അതിന് മോചനം വരുത്തണം. പക്ഷേ അവനിൽ യേശുക്രിസ്തു ഉണ്ട്. അവന്റെ പാപത്തിനുള്ള പ്രൊപ്പൻസിറ്റി തീർച്ചയായിട്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാള് നന്നായിട്ട് ഈ വചനത്തിനും പരിശുദ്ധാത്മാവിനും മറ്റുള്ള വിശ്വാസികൾക്കും അതുപോലെ മനസാക്ഷിക്കും കീഴടങ്ങിയൊക്കെ ജീവിച്ചാൽ
ഏറ്റവും കുറഞ്ഞത് മനഃപൂർവമായ പാപങ്ങളെങ്കിലും ഒഴിവാക്കി ജീവിക്കാൻ പറ്റും. അതാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എനിക്ക് യാതൊരു പാപത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും, അതായത് പൗലോസ് അപ്പോസ്തലന് യാതൊരു പാപത്തെക്കുറിച്ചും ബോധമില്ലാത്ത, കോൺഷ്യസ് സിൻസിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള സിൻസ് ആണ്, അതായത് ഞാൻ അറിയാത്ത പാപങ്ങൾ. അത് നമ്മൾ 19-ാം സങ്കീർത്തനത്തിലും വായിക്കുന്നുണ്ട്. സ്വമേധാപാപങ്ങളുണ്ട്, പിന്നെ രഹസ്യ മറഞ്ഞിരിക്കുന്ന പാവങ്ങളുണ്ട്. ആ മറഞ്ഞിരിക്കുന്ന പാവങ്ങളാണ് ഈ അൺകോൺഷ്യസിന്. അത് പിന്നെയും ചിലപ്പോൾ ഉണ്ടെന്ന് വന്നേക്കാം, നമ്മൾ പെർഫെക്റ്റ് ആകുന്നില്ല. അതും മാറ്റാൻ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ, ആ വരവിന്റെ ട്രാൻസ്ഫോർമേറ്ററി പവർ കൊണ്ട്, യേശുക്രിസ്തുവിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി കൊണ്ട് നമ്മളെല്ലാം സമ്പൂർണമായിട്ട് മാറ്റി, റോമർ 8:28-29 പറയുന്നത് പോലെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി മാറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു റിഡംറ്റീവ് സ്കീമാണ് ബൈബിളിലെ സ്കീം. ഇത് ഒരു ലോജിക്ക് വെച്ചോ ആർക്കും നിരാകരിക്കാൻ പറ്റത്തില്ല, ഒരു നിയമവ്യവസ്ഥിതി വെച്ചോ ആർക്കും നിരാകരിക്കാൻ പറ്റത്തില്ല, ഒരു സ്ക്രിപ്ചർ വെച്ചോ ആർക്കും നിരാകരിക്കാൻ പറ്റില്ല. കാരണം ബൈബിളിലെ ദൈവത്തിന്റെ റെവലേഷണൽ സ്ക്രിപ്ചർ ആണ്, അത് 100% കറക്റ്റ് ആണ്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്ചറിനും അതിനെ ഓവർറൂൾ ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെതായത് കൊണ്ട് ഒരു ലോജിക്കിനും ഒരു നിയമത്തിനും ഒരു യുക്തിക്കും ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പൻസേറ്ററി റെമഡി മെഷർ. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് റിഡംറ്റീവ് സ്കീം. ഇനി ചിലരപ്പം ചോദിക്കും, ഈ രക്ഷിക്കപ്പെട്ടപ്പം നീതീകരണമേ നടന്നുള്ളൂ, പിന്നെ വിശദീകരണം ഓരോ ദിവസവും ഒക്കെ പ്രാപിച്ചെടുക്കണം, അപ്പൊ ഇടയ്ക്കൊക്കെ വീഴുന്നു, ഇത് കഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ കിട്ടുന്ന കാലം നമ്മളെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ലഭിക്കുന്ന കാലമാണ്. അതൊരു ബ്യൂട്ടിഫുൾ പീരിയഡാണ്. സ്ട്രഗിൾസ് ഉണ്ട്, ഞാൻ സമ്മതിച്ചു, എനിക്കുമുണ്ട്, നമുക്ക് എല്ലാവർക്കും കാണും. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് ദൈവം പ്രതിഫലം തരുന്നത് ഈ ഫേസിൽ നമ്മൾ എത്ര കണ്ട് നമ്മൾ യേശുക്രിസ്തുവിനോട് അനുരൂപരായി തീരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയ. ബൈബിളിൽ 5 കിരീടങ്ങൾ കാണുന്നുണ്ട്, അതിൽ ഒരു കിരീടം വിശുദ്ധ ജീവിതത്തിനുള്ള കിരീടമാണ്. അപ്പം ഈ ഫേസ് കുറെ കാലം നമുക്ക് ദൈവം തരുന്നു, അതിന് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. ചിലപ്പം പാവം ചെയ്തു പോകും, അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ച് കരയുന്നു, ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു, പാവം പരിഹരിക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ വീഴുകയും എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ആയിരിക്കാം. ബട്ട് ഇതും ദൈവത്തിന്റെ കൃപയനുസരിച്ചുള്ള മനോഹരമായ ഒരു കാലഘട്ടമാണ്. നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ഒരു ഫേസ് ആണ്. ഇതില്ലായിരുന്നു എങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് പോവുകയായിരുന്നു എങ്കിൽ, നമുക്ക് റിവാർഡ്സ് ഒന്നും തരാനുണ്ടാവുകയില്ലായിരുന്നു ദൈവത്തിന്. അപ്പം ദൈവം തന്റെ കൃപയിൽ നമുക്ക് റിവാർഡൂടെ തന്ന് നമ്മളെ അവിടെ ആദരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേസ് തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ റിഡംറ്റീവ് സ്കീം എന്നെ എപ്പോഴും ആവേശം കൊള്ളിക്കുന്നതാണ്. ഐ ബിക്കം ഇമോഷണൽ. ഇതുപോലെ ഒരു പെർഫെക്റ്റ്, ഒരു ബ്യൂട്ടിഫുൾ റിഡംറ്റീവ് സ്കീം ഏത് പാപിയെയും ദൈവമകനാക്കി തീർക്കാൻ, അൾട്ടിമേറ്റ്ലി യേശുക്രിസ്തുവിനെ അനുരൂപമാക്കി തീർക്കാനുള്ള ഈ റിഡംറ്റീവ് സ്കീം, ദിസ് ഈസ് യുണീക്ക്. ഇത് അതുല്യമാണ്, ബ്യൂട്ടിഫുൾ ആണ്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. Thank you, sir. So beautifully explained. സർ, ഇതല്ലേ ഓരോ മനുഷ്യന്റെയും, ഒരു നിരീശ്വരന് പോലും ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത്? ഈ ലോകവാസം കഴിഞ്ഞിട്ട് ടു ഗോ ടു എ ഗുഡ് പ്ലേസ്, ടു ബി അക്സെപ്റ്റഡ് ആൻഡ് റിസീവ്ഡ്, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഇത് സാധാരണ ഈ എക്കണോമിക്സിലൊക്കെ പറയുമല്ലോ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എവരി വൺ. അതുപോലെ തന്നെ ഈ റിസ്ക് അവേഴ്സ് നേച്ചർ, അതായത് എൻ്റെ കയ്യിലുള്ള ഒരു പക്ഷിയെക്കാളും, കയ്യിലുള്ള ഒരു പക്ഷിക്ക് ബുഷിലുള്ള 10 പക്ഷികളെക്കാളും വില കൊടുക്കുന്നു. നമ്മളെല്ലാം അതൊരു എക്കണോമിക് സെൻസ് ആണ് നമ്മുടെ എല്ലാം. കാട്ടിൽ 10 പക്ഷിയുണ്ട്, ഞാൻ അതിനെ പോയി പിടിക്കാം, കയ്യിലുള്ളതിനെ വിട്ടുകളയാം. ആരും അങ്ങനെ ചിന്തിക്കത്തില്ല, അങ്ങനെ റിസ്ക് എടുക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. ഇതൊരു എക്കണോമിക് സെൻസ് ആണ്, ഒരു ഇൻബോൺ എക്കണോമിക് സെൻസ്. ഇതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പം ഈ ലോകത്തിലെ പല മനുഷ്യരും അങ്ങനെയാ ചിന്തിക്കുന്നത്. ഇന്നുള്ള ജീവിതം അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക, പിന്നെ വരുന്നത് വരട്ടെ. ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ, അവിടെയാണ് ആ വിശ്വാസത്തിന്റെ യുണീക്നെസ്സും അതുല്യതയും. വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്ന ആളിന് മാത്രമേ വരാനുള്ള ഈ ഗ്രേറ്റ് ഹോപ്പിന്റെ വാല്യൂ ചിന്തിച്ച് മനസ്സിലാക്കി ആസ്വദിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഫെയ്ത്തിനെ എബ്രായർ 11 ഡിഫൈൻ ചെയ്തേക്കുന്ന അങ്ങനെയാണല്ലോ, അൺസീൻ കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പാണ്. ഹോപ്പിനെ കുറിച്ചുള്ള സെർട്ടാനിറ്റിയാണ് വാസ്തവത്തിൽ ഫെയ്ത്ത്. അപ്പം ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഫെയ്ത്ത് ഉള്ള ഒരാൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആ എക്കണോമിക് പ്രിൻസിപ്പിൾ പോലെ
റിസ്ക് അവേഴ്സീവ്നെസ് പോലെ ഈ ലോകം അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുക, എന്നിട്ട് ആ ലോകത്തിൽ എന്തും വരട്ടെ അന്നേരം നേരിടാം. ചില വിദ്വാന്മാർ ചിന്തിക്കുന്ന കുറെ കാലം ഇങ്ങനെ ജീവിച്ചിട്ട് വേണേ വയസ്സൊക്കെ ആയിട്ട് മറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ വിശ്വാസം വരുമ്പോൾ ഇത് നേരെ തിരിച്ച് ചിന്തിക്കാനും ഈ എറ്റേണൽ ഗ്ലോറി ലാക്കാക്കി ജീവിക്കാനായിട്ടും മനുഷ്യന് സാധിക്കും. മാത്രമല്ല ഇത് ഈ മനുഷ്യന്റെ പോക്ക് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ദൈവവും വേണ്ടത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ താൽക്കാലിക സുഖത്തിന് പോകുന്നവർക്കെല്ലാം അത് ഗിൽറ്റും അത് കോൺസിക്വൻസുമായിട്ട് അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം കള്ളു കുടിക്കുന്നവന്റെ കരള് പോകും. ഇപ്പം താൽക്കാലിക സുഖം കിട്ടി, പക്ഷേ അതൊരു കോൺസിക്വൻസിലേക്ക് പോകുന്നു. പിന്നെ അതിനെക്കുറിച്ച് റിപ്പന്റ് ചെയ്യണം, റിഗ്രറ്റ് ചെയ്യണം, ഗിൽറ്റ് വന്നുകൊണ്ടിരിക്കും. അത് ഈ ലോകത്തിൽ തന്നെയുണ്ട്. ഇതൊക്കെ അതിജീവിച്ച് മനുഷ്യര് പലപ്പോഴും താൽക്കാലിക സുഖം ഓപ്റ്റ് ചെയ്യുന്നു. അതാണ് സങ്കടകരമായ ഒരു അവസ്ഥ. അവിടെ ഒരാള് തന്നെ താഴ്ത്തി ഫെയ്ത്തിന് തന്നെ വിധേയനാക്കി കൊടുത്താലേ, അല്ലെ വിധേയയാക്കി കൊടുത്താലേ ആ ഒരു ഹർഡില് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. താങ്ക് യു. ജെയിംസ് സാറ് താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. ജെയിംസ് സാറെ ഒരു ചോദ്യം ചോദിക്കുക. പറഞ്ഞാട്ടെ എസ് ജി. ഓക്കെ, അതെ ജെയിംസ് സാറേ, അതെ 2 പത്രോസിന്റെ 8:10 അതേപോലെ തന്നെ സങ്കീർത്തനം 90:4 ഇതിനകത്ത് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദിവസം മനുഷ്യരുടെ 1000 വർഷം എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഒന്നുകൂടെ ഉള്ളിലേക്ക് പോയാല് പുറപ്പാടിന്റെ 14:24 അതേപോലെ തന്നെ ന്യായാധിപൻ 7:19 ലൂക്കിന്റെ 12:38 ഇതിനകത്ത് പറയുന്നത് യേശുവിന് മുമ്പുള്ള കാലം യാമങ്ങളായിട്ട് തിരിച്ചിരുന്നു രാത്രിയെ. അപ്പോ ഈ 12 മണിക്കൂർ നൈറ്റില് യാമം എന്ന് പറയുമ്പോൾ 3 മണിക്കൂറായിട്ടാണ് തിരിച്ചിരുന്നത്. ഒരു യാമം 3 മണിക്കൂർ. അങ്ങനെ നോക്കുമ്പോൾ 4 യാമങ്ങളാണ് ഒരു നൈറ്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വർഷങ്ങള് ഇപ്പോ ഈ എത്തീസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ മില്യൺസിന്റെ വർഷങ്ങൾ നമുക്ക് കണക്ക് കൂട്ടി കിട്ടത്തില്ലയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മള് പത്രോസിന്റെ എടുത്താൽ ആ വാക്യത്തിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ദിവസം കഴിഞ്ഞുപോയ ഒരു നാഴിക പോലാണെന്നും കൂടെ പറയുന്നുണ്ട്. അത് ആക്ച്വലി റിലേറ്റിവിറ്റിയുടെ, ഐൻസ്റ്റീൻ പറഞ്ഞ റിലേറ്റിവിറ്റിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 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 എക്സ്പ്രഷനാണ് പത്രോസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 ദിവസം കഴിഞ്ഞുപോയ ഒരു യാമം പോലെയും, ഞാൻ ബൈബിൾ എടുത്തു വെച്ചല്ല പറയുന്നത്, ആ സെൻസ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ ബുദ്ധിമുട്ടാണ്. ഇത്ര മില്യൺ ആണ് അത് കണക്കാക്കുന്നത്. മാത്രമല്ല ഇപ്പം ജനസിസിലെ 6 ദിവസം കൂടെ കൊടുത്താൽ അതിന് 1000 കൊടുത്താലും 6000 10000 വർഷമൊക്കെ അല്ലേ കൂട്ടാൻ പറ്റത്തുള്ളൂ. 76000 അല്ലേ, അത്രയും വർഷമല്ലേ പറ്റത്തുള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലരങ്ങനെ പറയുന്നവരുണ്ട്. താങ്ക് യു. അല്ല സാറേ, അതെ ഈ യാമം 4 യാമം എന്ന് പറയുമ്പോൾ 4 യാമം, ഒരു യാമം 1000 വർഷമായിട്ട് കണക്കാക്കുമ്പോൾ 4 യാമം ഇസിക്കൽ ടു 4000 വർഷം. അപ്പോൾ ഒരു നൈറ്റില് 4 യാമം 4000 വർഷമാകുമ്പോൾ ഇതിന്റെ 24 അവേഴ്സിന്റെ 12 അവേഴ്സല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള 12 അവേഴ്സ് കൂടി അതിനകത്ത് കിടക്കത്തില്ല. അതും ആ രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമോ അതോ അത് സെപ്പറേറ്റ് ആയിട്ട് വിടുമോ എന്നുള്ളതാണ്. അല്ല, അങ്ങനെ വന്നാലും മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒന്നും അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നാലും അതെല്ലാം കൂടെ കൂട്ടിയാലും ലിമിറ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മിനിമം നമ്മളൊരു 7000 ഡേയ്സ് ഇൻറ്റു 8 അല്ല 7000 ഇയേഴ്സ് ഡിവൈഡഡ് ബൈ 36 365 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഏതാണ്ട് 12.5 മില്യൺ ആറ്റാണ് വരണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പം ഈ സയൻസ് തന്നെ ഇതെല്ലാം കളഞ്ഞത്. ഇപ്പം ജെയിംസ് വെബ് വന്നപ്പോഴ് ഈ ബിഗ് ബാങ്ങിന് മുമ്പ് തന്നെ പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ അംഗീകരിക്കപ്പെട്ടു വരിക. ബിഗ് ബാങ്ങും തകർച്ചയിലേക്കാ, ബിഗ് ബാങ്ങിലേക്കാ. ഇപ്പൊ സയൻസിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡ് ഇല്ല. അങ്ങോട്ടേക്ക് സാറേ. ഓക്കെ, താങ്ക് യു. ഞാൻ ഒന്ന് വെളിയിൽ പോവാന്നേ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. താങ്ക് യു.
നല്ലൊരു ചർച്ചയായിരുന്നു അല്ലേ ഇന്നത്തെ ദിവസം. താങ്ക് യു അലൻ ബ്രദർ, ഇക്ക് ബ്രദർ, സാറ് പോയി, എല്ലാവരും. Wasn't it a very fruitful day? Yeah, for sure. അപ്പൊ ഈ പുതുവർഷത്തില് നല്ല നല്ല ഇതിനകത്തെല്ലാം തുടക്കമിട്ട ലീ സിസ്റ്റർ കാര്യങ്ങളാണ്. ആണ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അതെ അതെ, യു ഒന്നാം ഗേവ് തീയതി us തന്നെ a good start. തുടക്കം പൊലിപ്പിച്ചങ്ങ്. ഒന്നാം തീയതി തന്നെ അങ്ങ് പൊലിപ്പിച്ച് കൊടുത്ത്. ഇപ്പം 3-ാം ദിവസമായിട്ടും ഇപ്പോഴും ആ പൊലിമ മാറിയിട്ടില്ല. ഈ വർഷം കണ്ടിന്യൂ അങ്ങനെ പോട്ടെ. Anyway, Equip is doing very well. Equip is എന്താ പറയാ, കൊളുത്തിട്ട് പിടിക്കാന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? ചൂണ്ടയിട്ട് പിടിക്കുന്ന എവിടെ പിടിക്കണമെന്ന് അറിയാം എക്യൂപ്പിന്. ആ, എങ്ങോട്ടാണ് കൊളുത്തിട്ട് ചൂണ്ട പിടിക്കാം. ഇടേണ്ടത്. ഇപ്പം നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പം തോന്നിയിടത്തെല്ലാം ചൂണ്ടയിട്ട് അതൊന്നും മീൻ കിട്ടില്ല. മീനുള്ള സ്ഥലത്ത് നമ്മൾ ചൂണ്ടയിടണം. അന്നേരം എക്യൂപ്പിന് അറിയാം ഏത് ഏരിയയിൽ ചൂണ്ട അങ്ങോട്ട് കാസ്റ്റ് ചെയ്താലേ മീൻ അവിടെ വന്ന് കൊത്തത്തുള്ളെന്ന് എക്യൂപ്പിന് നല്ല വ്യക്തമായിട്ട് അറിയാം. ആ ഒരു കാഴ്ചപ്പാടിലാണ് എക്യൂപ്പ് ചൂണ്ടയിടുന്നത്. ചൂണ്ടയും മീൻ കൊത്തിയാലേ ഒറ്റ വലിക്ക് കരക്കിടാൻ പറ്റിയല്ല, അത് പതുക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കൃത്യമായിട്ടൊക്കെ വേറെന്ന് അറിയാം. പതുക്കെ കൊണ്ടുവന്ന് കൂടക്കകത്ത് കയറ്റും. അതാണ് പരിപാടി. ഇന്നലെ നൈറ്റ് ഒരു വർത്താനം കേട്ട, അയ്യോ ചിരിച്ച് 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 എനിക്ക് സംസാരിക്കാൻ പറ്റാതായി. എന്തുവായിരുന്നു സംഭവം ഓർമ്മയില്ല. ഇന്ന് എനിക്ക് നെറ്റ്വർക്ക് വളരെ ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ ഇത്തിരി ബെറ്ററായി. ഈ തലോടി വൺ തിങ് ഈസ് ദാറ്റ് ഇക്വിപ്പ് ഡീല് ചെയ്യുമ്പോൾ ഇക്വിപ്പ് വളരെ മാന്യതയോടെ സംസാരിക്കുള്ളൂ. അപ്പൊ എനിക്കൊക്കെ ദേഷ്യം വന്നാലും ഞാൻ ഇടയിൽ കയറാറില്ല. അല്ലാതെ സഹിക്കാൻ വയ്യാതെ വരുമ്പോഴേ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും പറയാറുള്ളൂ. ബട്ട് യു ആർ ഡൂയിങ് വെരി വെൽ ഇക്വിപ്പ്. ദിസ് ഈസ് ദ എയിം ഓഫ് ദിസ് റൂം. അറ്റ് ലീസ്റ്റ് ദേ ഷുഡ് തിങ്ക് ദാറ്റ് they cannot answer. ഇന്നലെ എന്താണ് ARM ഫാൽക്കൺ, സെയിം തിങ്. ടുഡേ ദിസ് മാൻ. ആക്ച്വലി ഇന്നത്തെ ഈ ഡയലോഗിന്റെ റിയാക്ഷൻ ആയിരുന്നു നിസു വന്നിട്ട് ഇവിടെ പൊട്ടിത്തെറിച്ചിട്ട് പോയി. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഇസ് എ ഇഫക്റ്റ് അല്ലേ? എന്ത് പറയുന്നു സഹോദരന്മാരെ? 100% സിസ്റ്ററെ, 100%. അവൻ താഴെ ഇരുന്ന് കേട്ടപ്പോ അവനെ നന്നായിട്ട് കൊണ്ടു. അയ്യോ അള്ളാഹു റസൂലും ഇവിടെ ഇങ്ങനെ പണ്ടെട്ടായി പൊട്ടി കണ്ട് ഇത് വീണ്ടും പൊട്ടി പോകുന്നേ എന്നും പറഞ്ഞു അവന്റെ ഒരു നിലവിളിയായിരുന്നു ഇവിടെ വന്ന് കാണിച്ച ആ റിയാക്ഷൻ. എസ് സി ബ്രദർ ചോദിച്ചില്ലേ ജെയിംസ് സാറിനോട് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? അതിനകത്ത് പുറപ്പാട് പുസ്തകം 20:11 പറയുന്നത് യഹോവയായ ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് അവിടെ കാണുന്നത്. അപ്പൊ